ഓരോ പ്രദേശത്തും സുബഹി ജമാഅത്തും കഴിഞ്ഞ ആളുകളെയും കൂട്ടി റോട്ടുമലേക്ക് ഇറങ്ങി കാലിച്ചായം കുടിച്ച് തിരിച്ചു പോകുമ്പോഴും പല കുടുംബത്തിലും നേരം വെളുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിക്കുക, മനുഷ്യരെ, സഫിന്റെ കൂലിയും ബാങ്കിന്റെ കൂലിയും അതറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നറുക്കിടായിരുന്നു ബാങ്ക് കൊടുക്കാനും അതോടൊപ്പം സഫ് ഒപ്പിക്കാനും ഒന്നാമത്തെ സഫ് കിട്ടാനും. ഇതാണ് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു ചരിത്രം. ഇതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്നതും അഥവാ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് പൊരുത്തം വാങ്ങുക, പൊരുത്തപ്പെടിക്കുക. പടച്ചോനോട് ചെയ്ത പാപങ്ങൾ ഓരോന്നും അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാപങ്ങൾ പതിവാക്കുകയും എന്നിട്ട് അല്ലാഹു തആലയുടെ മുൻപിൽ അതൊരു മര്യാദ പോലും കാണിക്കാതെ അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും സങ്കടം തോന്നാതെ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ജീവിതം കുടുസാക്കുന്ന. നമുക്ക് തോന്നാറുണ്ട് ഒരു പാപം സ്ഥിരം ചെയ്യുമ്പോൾ അത് പാപാന്ന്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ TV കാണാറുണ്ട്. വൈകുന്നേരം 6 മണി കുത്തിരുന്ന് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് കുത്തിരുന്ന് വാർത്തയാന്ന് പറയും, റിയാലിറ്റി ഷോ എന്ന് പറയും, വേറെന്തെങ്കിലും വൃത്തികേടുകളാന്ന് പറയും, രാഷ്ട്രീയക്കാരന്റെ തമ്മിലടിയും തെറിവിളിയും, ഏതോ പെണ്ണിന്റെ മൂലെ കൊണ്ടുവച്ച മൊബൈൽ ക്യാമറ കൊണ്ട് രാഷ്ട്രീയക്കാരന്റെ മാനത്തിന് വില പറയലും, ഇങ്ങനെ ഓരോന്നും കേട്ട് തയമ്പിച്ച് കുത്തിരിക്കുമ്പോ ഇന്നും തുറക്കും, നാളെയും തുറക്കും, മറ്റന്നാളും തുറക്കും. ഏതെങ്കിലും ദിവസം അത് കാണുന്നില്ലെങ്കിൽ റീചാർജാനെ വിളിച്ചിട്ട് റീചാർജ് ചെയ്തിട്ട് അന്നും കാണും. ഒരു ദിവസം ഇരിക്കുമ്പോൾ പടച്ചോനെ പാപം ഇന്ന് ഞാൻ ചെയ്തു, നാളെയും ചെയ്യും, ഈ ആഴ്ച മുഴുവനും ചെയ്യും. അത് ചെയ്യുന്ന പാപം കുറ്റാണ്. പാപമോചനം അള്ളാന്റെ അരികിലേക്ക് ഞാൻ പറയേണ്ടതാണ് എന്നല്ല ചിന്തിക്കുക. സ്ഥിരമായിട്ട് പാപം ചെയ്യുന്ന ആളുകൾ, എന്നാൽ ചെയ്യുന്ന പാപം അള്ളാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അവനോട് അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമായിരിക്കുന്ന ആ പാപമോചനത്തിന് വമ്പിച്ച പ്രതിഫലം പടച്ചറബ് അവന് വരവെക്കും. അള്ളാഹുവിന്റെ മുൻപിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാശ്ചാത്താപത്തോടുകൂടി റബ്ബിന്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കിയാൽ അവന്റെ ദുനിയാവിലെ എല്ലാ കുടുസതയും അള്ളാഹു അവന് നീക്കിക്കൊടുക്കും. എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹ് അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. വിചാരിക്കാത്ത കോലത്തിൽ അള്ളാഹ് അവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ 3 കാര്യങ്ങൾക്ക് അള്ളാഹ് ആവശ്യപ്പെട്ടത് എന്തുമാത്ര? ചെയ്തു പോയ പാപം അള്ളാന്റെ മുൻപിൽ പൊരുത്തപ്പെടിക്കാന്നുള്ളത്, അത് അള്ളാന്റെ മുൻപിൽ ഏറ്റു പറയാന്നുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാ, വിശ്വാസികളാ. ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്ത ഏതെങ്കിലും ഒരു കുറ്റം അള്ളാന്റെ മുമ്പിൽ നിരത്തിയിട്ട് പടച്ചോനോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവേ, ഞാൻ അന്ന് അങ്ങനെ ചെയ്തു റബ്ബേ, പടച്ചോനെ ഞാൻ ഇന്നലെ ചെയ്തു റബ്ബേ, അള്ളാഹുവേ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി റബ്ബേ. ഇങ്ങനെ ഓരോന്ന് പറയാൻ നമുക്കുള്ള പേടി എന്താ? നമ്മളാ സ്വഭാവം ഒഴിവാക്കിയിട്ടില്ല, നമ്മളാ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയാൻ നമുക്ക് തന്നെ ഒരു ഉളുപ്പേട്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തൊക്കെ ഈ ആഴ്ച ഞാൻ ചെയ്യും, ഞാൻ നാളെയും ചെയ്യണമെന്ന് വിചാരിച്ചതാ, നാളെ എനിക്ക് അങ്ങനത്തെ ഒരു യാത്ര ഉണ്ട്, ഇന്നലെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, എനിക്ക് വരുന്ന ആഴ്ച അങ്ങനത്തെ ഒരു കച്ചവടം ഉണ്ട്. അതുകൊണ്ട് പഠിച്ചോന്റെ മുമ്പ് പറയാൻ നമുക്ക് തന്നെ ഒരു ഉളുപ്പേട്. അതാണായാലും പെണ്ണായാലും ചെയ്ത പാപം അള്ളാന്റെ മുൻപിലേക്ക് പടച്ചോനെ കണ്ട കാലങ്ങൾ അത്രയും ഞാനതിന്റെ പൊരയിൽ വെച്ച് എന്റെ മക്കളെ എന്റെ കുടുംബത്തിനെയും കാണിച്ചു പോയി പടച്ചോനെ. അതുകൊണ്ട് എനിക്ക് പൂർത്തിയറിഞ്ഞേ റബ്ബേ, ഞാനത് തച്ച് പൊട്ടിച്ചാളൂ, അല്ലെങ്കിൽ ഞാനത് എടുത്ത് മാറ്റിക്കളയാ, കിട്ടുന്ന വിലക്ക് വിറ്റ് കൊടുക്കുക എന്നല്ല ചിന്തിക്കുക. ഞാനതിപ്പം തീരുമാനം മക്കള് സമ്മതിക്കുമോ? ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചാൽ തന്നെ ഇപ്പൊ എനിക്ക് 1 ദിവസം 2 ദിവസം പിടിച്ചിക്കാനേ പറ്റും, പിറ്റേന്ന് എനിക്കതൊന്നും ഇല്ലെങ്കിൽ ശരിയാവാൻ പറ്റൂല. അങ്ങനെ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് അള്ളാന്റെ മുമ്പിൽ പലതും പറയാൻ നമ്മളെ നാവ് മടിക്കണത്. അതുകൊണ്ട് ആ പലതും പടച്ചോന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നമ്മളെ മനസ്സ് സമ്മതിക്കാത്ത. നമുക്ക് ഉറപ്പാ നമ്മൾ ഇനിയും ചെയ്യും, നമ്മൾ ഇനിയും അങ്ങനത്തെ വൃത്തികേടുകളിലേക്ക് പോകും എന്ന മനസ്സാണെങ്കിൽ അള്ളാഹു ഏറെ വെറുക്കുന്നവരാണവർ. അള്ളാഹ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുസതയും നീക്കിത്തരാൻ അള്ളാഹ് ആവശ്യപ്പെടുന്നത് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാന്റെ അരികിലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് ഏറ്റുപറയുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമായതും നിങ്ങളുടെ ഉടമസ്ഥനിൽ നിന്ന് അള്ളാഹു തആല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. ആ സ്മരണ, അള്ളാഹിനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന സ്മരണ, നനവുള്ള നാവ്, ചെയ്തു പോയ പാപം അത് മറ്റൊരാൾ അറിയാതിരിക്കാനും അള്ളാഹ് മാത്രം അറിഞ്ഞ പാപം അള്ളാഹിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനും ശ്രമിക്കുക. അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന ആളുകൾ ആരാന്നറിയോ? തെറ്റ് ചെയ്യുകയും ആ തെറ്റിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യുക. ഓരോരുത്തർ തെറ്റ് ചെയ്യും, ഞാൻ ഇന്നലെ അങ്ങനെയാക്കി, ഞാൻ ഇന്നലെ കണക്ക് തീർത്ത് പറഞ്ഞ്, എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല. പറയാൻ ഇസ്ലാമ തെളിവുണ്ടോ? ഇല്ല. സിബാബിൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫറുൻ. ഒരു മുസ്ലിമിനെ ചീത്ത പറയുക, മറ്റൊരാളെ നാവുപയോഗിച്ച് വേദനിപ്പിക്കുക എന്നുള്ളത് തെമ്മാടിത്തത്തിന്റെ അടയാളാ. പക്ഷെ നമ്മൾ പറയും
തെറ്റ് ചെയ്തത് മാത്രല്ല നമ്മൾ ഉഷാറായിട്ട് പറയും. ഇന്നലെ ഞാൻ ആ വാർത്ത അവസാനം വരെ കേട്ടതാ. ഓളെങ്ങിട്ട് ചോദിക്കുന്നത്, ഓളിട്ട് കുടുക്കുന്നത്, ഓനിട്ട് എടങ്ങേറാക്കുന്നത്, ഓളെ കൊണ്ടുപോയിക്കുന്നോ സമ്മതിക്കുന്നത്, എന്നിട്ട് പിറ്റേന്ന് റോട്ടുമ്മൽ ഇറങ്ങിയിട്ട് പറയും ഇന്നലത്തെ ന്യൂസ് അവർ ഞാൻ കേട്ട് എന്തൊക്കെയാണെന്നറിയാം. ഇങ്ങനെ ഓരോന്നും ചെയ്ത തെറ്റ് നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പുക. അത് സാമ്പത്തിക രംഗത്താണെങ്കിൽ പോലും ഹറാമായ നിലക്ക് സമ്പാദിച്ചാലും ആൾക്കാർ എങ്ങനെയാ പറയാ, ഞാനൊരു മുതൽ വാങ്ങിട്ടിരുന്നു, ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് ഞാൻ അത്ര കൂട്ടിയങ്ങ് വിറ്റു, എനിക്ക് 1.5 കോടിയാ ലാഭം. അവന് കിട്ടിയ പോരിശ ഹറാമായ മുതലിനെ പറ്റിയോ നാട്ടുകാരോട് വിളമ്പുക. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ചെയ്ത പോരിശ പറയാ, തെറ്റിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയാ. കല്യാണങ്ങൾ നടത്തിയാൽ അതിന്റെ പോരിശ പറഞ്ഞ് നടക്കുക, അതിന്റെ ആൽബങ്ങളുടെ പത്രാസ് പറയാ, അതിൽ പങ്കെടുത്തോന്റെ വൽപ്പത്തരം പറഞ്ഞ് അതിന് കാണിച്ച വിവരക്കേടുകൾ എടുത്തു പറയാ. ഇങ്ങനെ ഓരോന്നും ചെയ്ത തെറ്റ് പടച്ചോനെ ഞാനത് ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധമല്ല, അത് ചെയ്തതിന്റെ ആവേശം 4 ആളെ അറിയിച്ച് അതിന്റെ പവറും പത്രാസും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് ആവേശപൂർവ്വം ജീവിക്കുക. ചെയ്തു പോയ പാപങ്ങൾ അല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും, നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോകും. കാരണം ആദമിന്റെ മക്കളാ നമ്മള്. തെറ്റ് പറ്റിപ്പോയേക്കാം. ആ തെറ്റ് മറ്റൊരാളോട് പറയാതെ അള്ളാന്റെ മുൻപിലേക്ക് അങ്ങ് പറയാ, അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ഉമ്മാനെ വേണ്ടാണ്ട് ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ, വ്യഭിചരിച്ചു പോയിട്ടുണ്ട് റബ്ബേ, ഹറാമായ നിലക്ക് സമ്പാദിച്ചു പോയിട്ടുണ്ട് റബ്ബേ, എന്റെ ഭാര്യനെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് റബ്ബേ, എന്റെ ഭർത്താവിനോട് ഞാൻ നീതി കാണിച്ചിട്ടില്ല റബ്ബേ, എന്റെ സമ്പത്തുകളിൽ പലതും ഹറാമാണ് നാഥ, അതുകൊണ്ട് റബ്ബേ എന്റെ സമാധാനത്തിന് നാഥ ഞാൻ എന്നോട് പറയാണ് റബ്ബേ, ഇനി ആ ഹറാമിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, ഇനി ആ തോന്നിയാസ് എനിക്ക് വേണ്ട, ഇനി ആ വൃത്തികേടിലേക്ക് ഞാൻ പോകരുത് എന്ന് റബ്ബിന്റെ മുമ്പിൽ നെഞ്ചുപൊട്ടി കരഞ്ഞു പറയുന്നാൽ ആ പറച്ചിലിന് പടച്ച റബ്ബിടുന്ന വില സ്വർഗം എന്ന വിലയാ. നാട്ടുകാരോട് എത്ര പറഞ്ഞു നടന്നാലും ആരെ മുൻപിലൊക്കെ എന്ത് ബേജാർ അവതരിപ്പിച്ചാലും അതിനൊരു സമാധാനവും കിട്ടൂല. എന്നാൽ അള്ളാന്റെ മുൻപിൽ അത് ഏറ്റു പറഞ്ഞാൽ പടച്ചോൻ വമ്പിച്ച കൂലി തരും. ആ ചെറിയൊരു കാര്യം, നിങ്ങളുടെ പാശ്ചാത്താപം അള്ളാന്റെ അരികിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി തീരും. ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ്, വേനലാണ്, ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാ, വെള്ളം കിട്ടാതെ പലരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളത്തിന്റെ പൈപ്പ് പോലും ഒരു 5 മിനിറ്റ് തുറന്ന് അയൽവാസിക്ക് കൊടുക്കാൻ മാനസികമായ ഒരു നന്മ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം കൊണ്ടും നോമ്പുക മനുഷ്യരെ നമ്മൾ അള്ളാന്റെ സ്വർഗത്ത് പോവുക? ഒരു നന്മ മറ്റൊരാൾക്ക് ചെയ്യാൻ പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ കയറി വരുന്ന ഒരാൾക്കൊരു നല്ല വെള്ളം കൊടുക്കാൻ, പറന്നു കിടക്കുന്ന ഒരു പറവകൾക്ക് വീട്ടിന്റെ മുകളിലേക്ക് ഒരു വെള്ളം വെച്ചിട്ട് അവരെ സംരക്ഷിക്കാൻ, അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഒരു നന്മ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇത്തക്കുന്നാറ വലൗ ബിശക്കി തമ്രത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാന്റെ നരകത്തെ കാത്തോളൂ. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നന്മ, ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം. പറയുമ്പം ചെറിയൊരു കാര്യമായിരിക്കും, എന്നാൽ അതിനെ കൊണ്ടുണ്ടാകുന്ന ഗുണം വലുതായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീടിന്റെ മുൻഭാഗങ്ങളിൽ വെള്ളം വെച്ച് സഹായിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഓരോരോ വീടുകളിലും ഓരോരോ സ്ഥാപനങ്ങളിലും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്. ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ആര് നോക്കാനാ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടി. ഒരു മരം വെക്കുകയാണെങ്കിൽ പോലും അതാര് നോക്കാൻ, ആരതിന് വെള്ളം ഒഴിക്കാൻ? എന്റെ ഉത്തരവാദിത്വം, എന്നെ കൊണ്ട് നണ്ടാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാടുകളിലും ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, പലരും വെച്ച് ഈ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്ത നന്മയാണ്. ആ നന്മ പോലെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾക്ക് അള്ളിടുന്ന വില എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു പക്ഷേ നമ്മൾ നിസ്കരിച്ചതിനേക്കാളും വില അള്ളാഹു അതിനായിരിക്കിടുക. അതുകൊണ്ടാണല്ലോ തിരുദൂതൻ ഒരു കഥ പറഞ്ഞു കൊടുത്തതും, വ്യഭിചരിച്ചു വരുന്ന പെണ്ണ് ദാഹിച്ച് വെള്ളം കിട്ടാതെ കിടക്കുന്ന ഒരു പൂച്ചയെ കണ്ട് പൂച്ചക്ക് വെള്ളം കൊടുത്തപ്പോ ആ പെണ്ണ് അള്ളാന്റെ സ്വർഗത്തിന് കാരണമായി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നന്മക്ക് പോലും അള്ളിടുന്ന വില വിചാരിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ ആ നന്മ എന്താന്ന് നമ്മൾ കണ്ടെത്തണം. ആ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അല്ലാതെ 5 നേരം പള്ളിയിൽ വരിക, നിസ്കാരത്തിനൊക്കെ ഭംഗിയായിട്ട് കൂടുക, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളി വിടുക, പുരേ പോയി കുത്തിരിക്കുക, സമയമാകുമ്പോൾ പള്ളിക്ക് വരിക, റമദാനാകുമ്പോൾ പള്ളി സജീവാകുക, കുറച്ചേരം ഖുർആൻ ഓതി കുത്തിരിക്കുക, ഇതിൽ കവിഞ്ഞതൊന്നും നമ്മളെ ജീവിതത്തിലില്ല. അതിൽ കവിഞ്ഞു വരേണ്ട ചിന്തകളാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ നന്മകൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ. ആ നന്മകൾ ചെയ്ത് സമൂഹത്തെ സേവിക്കാൻ, ജനങ്ങളെ സേവിക്കാൻ, ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നന്മ മറ്റുള്ളവർക്ക് വരുത്താൻ. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത, ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും
നമുക്ക് പരലോകത്തേക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ടൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ടൊരാൾക്കും ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ടാവും, സങ്കടപ്പെടുത്തിയവരുണ്ടാകും. എന്നാലും അവനത് പറഞ്ഞല്ലോ, അവളത് ചെയ്തല്ലോ എന്ന് സങ്കടം കൊണ്ട് നീറുന്ന മനസ്സുണ്ടാവും. എന്നാലും നാളെ പടച്ചറബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുൻപിൽ സാക്ഷി നിർത്തപ്പെടുമ്പോ മനസ്സുകൊണ്ട് പോലും അത്തരക്കാരോട് വെറുപ്പ് കാണിക്കാതെ എല്ലാം അള്ളാഹ് തവക്കുൽ ചെയ്ത് നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാത്ത മാന്യന്മാരാവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും പലതും പല രീതിയിലും ഓരോരുത്തർ ചെയ്തു കൂട്ടുമ്പോ എനിക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റണം, അറിഞ്ഞുകൊണ്ടൊരാളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല റബ്ബേ, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടേ ഉള്ളൂ റബ്ബേ. ചിന്തിക്കാത്ത പലതും അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് റബ്ബേ. ഞാൻ ആലോചിക്കാത്ത പലതും എന്റെ പേരിൽ അവർ ആക്ഷേപിച്ചിട്ടുണ്ട് റബ്ബേ. ഞാൻ മനസ്സുകൊണ്ട് പോലും ഓർമ്മിച്ചെടുക്കാത്ത പലതും ഊഹിച്ചവർ സംസാരിച്ചിട്ടുണ്ട് റബ്ബേ. പക്ഷേ നാഥാ, നാളെ പരലോകത്ത് നിന്റെ കോടതിയിൽ അവരത് ചെയ്തതിന്റെ പേരിൽ അതേ മനസ്സ് അവരോടും പ്രകടിപ്പിച്ച് അവർക്കതിന് പകരം വീട്ടാനുള്ള മാർഗവുമായി അന്വേഷിച്ചലഞ്ഞവനാണ് ഞാനെന്ന് നീ എന്നെ മനസ്സിലാക്കല്ലേ റബ്ബേ. നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സൂചന കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ഒരു മൗനം കൊണ്ടുപോലും ഞാൻ മറ്റൊരാളെ നോവിച്ചിട്ടില്ല റബ്ബേ എന്ന് പറയാൻ പറ്റുന്നവരാവണം നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അലാ കുല്ലി മുസ്ലിമിൻ സ്വതക്ക, എല്ലാ മുസ്ലിമീങ്ങൾക്കും സ്വതക്കയുണ്ട്. അറഅയ്ത ഇല്ലം യജിദ്, ലോകത്തിന്റെ തിരുദൂതൻ സഹാബാക്കളോട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അഥവാ ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ യഅ്മലു ബിയദൈഹി, നിങ്ങളെ കൈകൊണ്ടൊരാളെ സഹായിക്കണം. അത് സ്വതക്കയാ. വയൻഫഉ നഫ്സഹു വയതസദ്ദഖു, അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്ത് സ്വന്തത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക, അതും സ്വതക്കയിൽ പെടുന്ന. പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാവണം. നമുക്ക് പൈസ എവിടുന്ന് കിട്ടി, എന്തിനൊക്കെ ചെലവാക്കിയെന്ന് അള്ളാഹ് ചോദിക്കും. ഇന്ന് പല മുസ്ലിങ്ങൾക്കും ഇല്ലാത്തൊരു ചിന്തയാണത്. കല്യാണം കെങ്കേമമാക്കി ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ വിമർശന വിധേയമായിട്ടല്ലാതെ ഒരു മുഅ്മിൻ ചോദിക്കുക, അയാളൊക്കെ അങ്ങനെ നടത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പോയി തിന്നു വന്നോ കുറെ കുത്തിരുന്നിട്ട് പറയും, ഈ എന്തിനു വിമർശിക്കാൻ പോണം, മൂപ്പരയിൽ അതിനാത്രല്ലേ, അതുകൊണ്ടുള്ളതിനനുസരിച്ച് ചെയ്യട്ടെ, മൂപ്പര മോളെ കല്യാണത്തിനല്ലേ, നമ്മക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ, എനിക്ക് തിന്നാൻ കിട്ടിയിട്ടില്ലേ, നല്ല ഉഷാറിൽ തന്നിട്ടില്ലേ, അതുകൊണ്ട് കുറ്റപ്പെടുത്തൊന്നും വേണ്ട എന്ന് ആൾക്കാർ പറഞ്ഞിട്ട് അല്പം ലഘൂകരിക്കും. പക്ഷെ വാപ്പാരെ, പൈസ എവിടുന്ന് വന്നു, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹ് ചോദിക്കും. ആ ചെലവഴിച്ചതിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാലണയുണ്ടെങ്കിൽ അതിന്റെ മറുപടി അള്ളാഹുവിന്റെ അരികിൽ നമ്മൾ പറയേണ്ടി വരും. അറഅയ്ത ഇല്ലം യസ്തതി, അങ്ങനെ സ്വന്തത്തിന് വേണ്ടി അധ്വാനിച്ച് സ്വന്തത്തിന് വേണ്ടി നല്ലതിന് വേണ്ടി ചെലവാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ യുഈനു ദുൽ ഹജ്ജത്തിൽ മൽഹൂഫ്, തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആൾക്കാരെ അറിയിച്ചു കൊടുക്കുക, ജീവിതത്തിലേക്ക് ആവശ്യക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുക, ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അള്ളാന്റെ അരികിൽ സ്വതക്കയുടെ കൂലി കിട്ടും. അതിനും നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അവസാനമായി ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അറഅയ്ത ഇല്ലം യഫ്അൽ, ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അള്ളാന്റെ ഇഷ്ടം കിട്ടുന്നത് ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതുക. എങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, യുംസിക്കു അനിശ്ശരി, നിന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാവരുത്. ഫഇന്നഹാ സ്വതക്കത്തുൻ, അതും ദാനധർമ്മത്തിൽപ്പെടും. എന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാവാൻ പാടില്ല, എന്നെ കൊണ്ടൊരു ദ്രോഹം ഉണ്ടാവരുത് ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും. അതാണ് അവന്റെ ജീവിതത്തിലെ സ്വതക്കയിലെ ഏറ്റവും അവസാനത്തെ പടി. ആ സ്വതക്ക നീ ചെയ്താൽ ആ സ്വതക്ക കൊണ്ടുപോലും നിനക്ക് പ്രതീക്ഷിക്കാത്ത കൂലി പരലോകത്ത് പടച്ചോൻ തരുന്ന. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരാളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ദ്രോഹിക്കുന്നതിന് മുൻപന്തിയില്ല. ഒരു നന്മ ചെയ്യാൻ ആര് വിചാരിച്ചാലും മുടക്കാൻ ചിലർ മുൻപന്തിയിലുണ്ടാകും. അതെന്ത് വിഷയത്തിലാണെങ്കിലും ഏത് നല്ല കാര്യത്തിലാണെങ്കിലും എല്ലാറ്റിനും കുത്തിത്തിരിപ്പുണ്ടാക്കി വെറുതെ വർത്താനം പറഞ്ഞ് എല്ലാ ആൾക്കാരെയും ബേജാറാക്കിച്ച് സങ്കടപ്പെടുത്തി അതിലൊരു പ്രത്യേക ആനന്ദം കാണുന്ന ആളുകള്, ജനങ്ങളെ ദ്രോഹിക്കുന്നവര്, സ്വയം ദ്രോഹിക്കാണെന്നോ പറയൂല, എന്നാലും അറിഞ്ഞോ അറിയാതെയൊക്കെ എല്ലായിടത്തിലും ഒരു പാരയായിരിക്കും. ഉള്ളുകൂടെ പാര വലിക്കുന്നവനായിരിക്കും, പാര വെച്ച് നേട്ടമുണ്ടാക്കുന്നവനായിരിക്കും. സംസാരത്തിൽ പോലും പാര വെച്ച് മറ്റൊരുത്തനെ തളർത്തി ഇകഴ്ത്തി വടക്കാക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ടാകും. പുറമെ ഓനാളൊരു ശുദ്ധനായിട്ടായിരിക്കും അഭിനയിക്കുന്നത്. അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, മറ്റൊരാളോട് ചെയ്യാൻ പറ്റുന്ന, ഈ ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന, ഇസ്ലാമിനോടും മുഅ്മിനീങ്ങളോടും മുസ്ലിമീങ്ങളോടും മനുഷ്യരോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മ മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാ.